ഹലോ ഗൈസ്, ഇന്നപ്പോൾ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി പെരുന്നാൾ. കാഞ്ഞിരപ്പള്ളിക്കാരോട് ആരോട് ചോദിച്ചാലും അറിയും അക്കരപ്പള്ളി പെരുന്നാൾ എന്താണെന്ന്. ജനുവരി 30 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരിക്കുന്നൊരു ദിവസമാണ്. കാഞ്ഞിരപ്പള്ളി ഫുള്ള് എല്ലാവരും ഒന്ന് ഇളകും. അക്കരപ്പള്ളി പെരുന്നാളും വെടിക്കെട്ടും പ്രദർശനവും അവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കാനും വെച്ച് കാണിക്കടയിൽ കയറാനും അതൊരു പ്രത്യേക ഒരു ഹരമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും നോക്കിയിരുന്നിരുത്. എല്ലാവരും തന്നെ നേരത്തെ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സമയത്താണ് വന്നത്. ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റ് പ്രദർശനം വന്ന് പള്ളി കയറി. അതിൻ്റെ കൂടെയുള്ള ബാൻഡ് മേളവും പ്രത്യേകിച്ച് ചെണ്ടകൊട്ടും അതെല്ലാം ഞങ്ങൾക്ക് കാണാനും പറ്റി. പിന്നെ ഞങ്ങൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി പാലത്തിൻ്റെ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തേക്കാണ്. ഫുൾ ലൈറ്റ് സെറ്റിങ്ങുമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. രാത്രിയും കൂടെ ആയപ്പോൾ ഒന്നും കൂടെ രസമാണ് കാണാൻ. പിള്ളേരാണെങ്കിൽ ബലൂണും കളിപ്പാട്ടങ്ങളും അതിൻ്റെ പുറകെയുള്ള ബഹളവും കരച്ചിലും. അപ്പോൾ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിള്ളേരും കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. വെടിക്കെട്ടിൻ്റെ സൗണ്ട് ഉയരും തോറും പിള്ളേരുടെ കരച്ചിലിൻ്റെ സൗണ്ട് ഉയരും. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ആകാശത്ത് പോയിട്ടുള്ള പല കളറിൽ തെറിക്കുന്ന അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് കണ്ട് തന്നെ ആസ്വദിക്കണം. അതൊരു വല്ലാത്തൊരിതാണ്. അപ്പോൾ ഇവിടെ ആകപ്പാടെ ഒരു കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വെടിക്കെട്ട് ഇത് വരുന്നത് ഈ അക്കരപ്പള്ളി പെരുന്നാളിന് മാത്രമാണ്. അപ്പം ഞങ്ങളിത് കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. പിള്ളേരാണെങ്കിൽ ഐസ്ക്രീം, കടല അങ്ങനെ ബഹളം വെച്ച് അതുങ്ങൾ അതിൻ്റെ പുറകെ പോയി. എല്ലാത്തിനും ഐസ്ക്രീം മതി. ഐസ്ക്രീം തന്നെ എല്ലാവരും ഐസ്ക്രീം തീറ്റായും കടല തീറ്റി ഇത് തന്നെയായിരുന്നു. പിന്നെ ഈ കൂടി നിൽക്കുന്ന ജനങ്ങളെ കണ്ടോ, ഇത് മുഴുവൻ ഈ വെടിക്കെട്ട് കാണാൻ മാത്രം വരുന്ന ആൾക്കാരാണ്. അതിനു വേണ്ടി നിൽക്കുന്നവരാണ്. ഇതിനു വേണ്ടി കാത്തിരുന്ന് ഇത് കണ്ടിട്ട് പോകുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരിത്. കച്ചവടക്കാരുടെ ബഹളമാണ് വേറെ. എത്ര കച്ചവടക്കാരുണ്ടെങ്കിലും ഇവിടെ സാധനം തീരുക, അത്രയ്ക്ക് തിരക്കാണ്. പിന്നെ ഇവന്മാരുടെ കയ്യിലാണെങ്കിൽ 100 രൂപയിൽ കുറഞ്ഞ സാധനവും ഇല്ല. ഏതെടുത്താലും 100 രൂപ. അതാണ് ഇവന്മാരുടെ റേറ്റ്. ഫുള്ള് ലൈറ്റും സെറ്റിങ്ങും പിള്ളേർ ഫോട്ടോ എടുപ്പും ഡാൻസ് കളിയും നല്ല ഓളമായിരുന്നു ആകെ കൂടെ. അപ്പം ലൈറ്റിങ്ങും സെറ്റിങ്ങും കാണുന്നതിലും കൂടുതൽ വെടിക്കെട്ടിലോട്ടാണ് എല്ലാവരുടെയും നോട്ടം. അതൊരു പ്രത്യേക ഹരമാണെന്നത്. നല്ല രസമാണ് ആകാശത്ത് പോയി ചെന്നി തിതർന്ന്. പ്രത്യേകിച്ച് ഈ സന്ധ്യ കഴിഞ്ഞുള്ള സമയത്താകുമ്പം ഇരുട്ടത്ത് ഈ ലൈറ്റ് വെട്ടം അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ. അത് കണ്ടാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിന്നത്. എന്താണല്ലോ എല്ലാ വർഷത്തെ അത്രയും തന്നെ വെടിക്കെട്ട് ഇപ്രാവശ്യം ഇല്ലായിരുന്നു. എന്തോ ഒരു കുറവുള്ളതുപോലെ. എല്ലാ പ്രാവശ്യവും അങ്ങ് നീണ്ടു നിൽക്കും. ഒരുപാട് ടൈം എടുത്തുള്ള വെടിക്കെട്ടാണ്. ഒത്തിരി നേരം കാണും, നിർത്താതെ അങ്ങ്. ഈ പ്രാവശ്യം എന്തോ കുറവുള്ള പോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളുടെ തോന്നലാണോ എന്നറിയത്തില്ല. എന്താണെങ്കിലും ഇച്ചിരി കുറവുണ്ടെന്നാണ് ഞങ്ങൾ അഭിപ്രായം. ഇത് നല്ല ഭംഗിയായിരുന്നു. കാണാൻ സൂപ്പറാണ്, ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തോ എല്ലാ വർഷവും ഞങ്ങൾ പോകുന്നതുകൊണ്ടായിരിക്കും എന്തോ ഒരു കുറവ് പോലെ തോന്നി. എന്നാലും അടിപൊളിയായിരുന്നു.